സൈഫുദ്ദീൻ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബാലരാമപുരം കോട്ടുകൽക്കോണത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മാവന്റെ അറസ്റ്റ് ബാലരാമപുരം പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാവിലെ 8 മണിയോടുകൂടിയാണ് അമ്മാവനും അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയെയും അടക്കമുള്ളവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. 4 വട്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അമ്മാവൻ കുറ്റസമ്മതം നടത്തി. അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഹരികുമാറിന്റെ സഹോദരി ശ്രീധുവിനോടുള്ള ചില വ്യക്തി വൈരാഗ്യം മൂലമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അതായത് ഹരികുമാർ ശ്രീധുവിനോട് മറ്റ് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാത്തതിലുള്ള അല്ലെങ്കിൽ അതിന് അനുവാദം നൽകാത്തതിലുള്ള ചില വിരോധം മൂലം കുഞ്ഞിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള ആ ഒരു മോട്ടീവിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു പകയും വൈരാഗ്യവും മനസ്സിൽ കൊണ്ടു നടന്ന ഹരികുമാർ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ശ്രീധുവിന്റെ പങ്ക് തെളിയിക്കുന്ന തെളിവുകൾ ഈ ഒരു ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ അത് പൂർണ്ണമായിട്ട് ശ്രീധു നിരപരാധിയാണ് എന്നൊരു കാര്യം പോലീസ് പറയുന്നില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ഇതിനകത്ത് ശേഖരിച്ചു വരികയാണ്. ഏതാണ്ട് 90% തെളിവുകൾ പോലീസ് ഇത് സംബന്ധിച്ച് ശേഖരിച്ചിട്ടുണ്ട്. ശ്രീധുവിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രമേ നിരപരാധിയാണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പോലീസിന് പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ഷാജി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും കോട്ടുകാൽക്കോണത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് 6 മണിയോടുകൂടി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തശ്ശിയെയും അച്ഛൻ ശ്രീജിത്തിനെയും, മുത്തശ്ശി ശ്രീകലയെയും അച്ഛൻ ശ്രീജിത്തിനെയും അല്പസമയം മുമ്പ് വിട്ടയച്ചിരുന്നു. അവരുടെ മൊഴിയൊക്കെ വിശദമായിട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് വിട്ടയച്ചത്. പക്ഷേ അവർ നിരപരാധിയാണ് എന്നുള്ള കാര്യം പോലീസ് പറയുന്നില്ല. അവരെ സംബന്ധിച്ച് വീണ്ടും ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തി മൊഴിയെടുക്കുമെന്നുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ദേവേന്ദുവിന്റെ സംസ്കാരം ബന്ധുവിന്റെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിൽ നടന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അമ്മാവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. കുട്ടിയെ ജീവനോടുകൂടി രാവിലെ 6 മണിയോടെയാണ് എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം പ്രതി പോലീസിനോട് കൺഫസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പ്രതി പോലീസിനോട് പറയുന്നില്ലെങ്കിൽ പോലും ശ്രീധുവിനോടുള്ള ചില വൈരാഗ്യം മൂലം ഇത് ചെയ്തു എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് പോലീസ് പങ്കുവെക്കുകയും ചെയ്യും.